ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബ്യൂട്ടി അതേപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റുകളാണ് നമ്മൾ കാണിക്കുന്നത്. കൂടുതലും ബ്യൂട്ടി പ്രോഡക്റ്റുകളാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ആമസോണിൽ പ്രൈം ഡേ സെയിൽ നടക്കുകയാണ്. ജൂലൈ 3 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്യൂട്ടി ഫാഷൻ പ്രോഡക്റ്റുകൾക്കൊക്കെ അപ് ടു 70% വരെ നമുക്ക് ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാറ്റഗറിയിൽ നിന്നൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോൾ സ്റ്റോറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. ഇത് വിഷ് കെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ലിപ് ബാമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയാനാണെങ്കിൽ ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. UV റേസ് മൂലമുള്ള പിഗ്മെൻറ്റേഷൻ, അതേപോലെ തന്നെ UV റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യതാപം ഏറ്റിട്ടുള്ള അല്ലെങ്കിൽ വെയിലേറ്റിട്ടുണ്ടാകുന്ന ചുണ്ടുകൾക്കുണ്ടാകുന്ന കരുവാളിപ്പ് കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ലിപ് ബാം യൂസ് ചെയ്താലും മതി. പിന്നെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും അതിൻ്റെ മുന്നേ ഒന്ന് ലിപ് ബാം ഇടുന്നത് ലിപ്സിനെ ഒന്ന് കുറച്ചുകൂടി നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യാൻ കൂടി ലിപ് ബാം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്ന പോലെ തന്നെ ഇനി തിരിച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു രീതിയിലാണ് കേട്ടോ. ഇപ്പോൾ ചുണ്ടുകളെ വരൾച്ചയുണ്ടെങ്കിൽ നമുക്ക് പലതവണ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. വരൾച്ച കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. വരൾച്ച അകറ്റാനായിട്ട് ഷിയ ബട്ടറും അതേപോലെ തന്നെ കൊക്കോ ബട്ടറും ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. നിയാസിനമൈഡും കജോളിക് ആസിഡും ഇതിൽ നമ്മുടെ ലിപ്സിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ലിപ്സിന് ബ്രൈറ്റ് ആക്കാനും അത് സഹായിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 245 രൂപയാണ് കേട്ടോ. ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് പോകാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് ടിൻഡഡ് ലിപ് ബാം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കളറ് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ലോറിയൽ പാരീസിൻ്റെ മൈക്രോ എസൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പൊട്ടിക്കാത്തതാണ്, ഇത് ഉപയോഗിച്ച് തീർന്നതാണ് കേട്ടോ. മൈക്രോ എസൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ടോണറിനെ പോലെയല്ല. ഞാനൊരു എക്സാമ്പിൾ ടോണർ കാണിച്ചു തരാം. ഇത് നമ്മുടെ ലാക്ടോകലാമിൻ്റെ ടോണറാണ്. ഇത് നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ടോണർ ഇടുന്നത് മേക്കപ്പിൻ്റെ പാർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലത് തന്നെയാണ്. ഇത് റൈസ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്കെല്ലാം നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു 10 ലെയേഴ്സ് ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലുമെന്നുള്ളതാണ് ഇതിൻ്റെ മൈക്രോ എസൻസിൻ്റെ ഒരു വ്യത്യാസം ടോണറുമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് സ്കിന്നിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും അതേപോലെ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കൊക്കെ അത് വളരെ നല്ലതാണ്. അധികമുള്ള എണ്ണമയം കുറയ്ക്കാനായിട്ടും ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു വെള്ളം പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. വേറെ കളറോ ഒന്നുമില്ല, പതയോ കളറോ ഒന്നുമില്ലാത്ത ജസ്റ്റ് ഒരു വെള്ളം തന്നെയാണ് അത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. നമ്മൾ മേക്കപ്പിനൊക്കെ മുന്നേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. അതിനുശേഷം ഇതൊരു 3-4 ഡ്രോപ്പ് എടുത്തിട്ട് ഫേസിലും അതേപോലെ തന്നെ താടിയിലുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടത് അബ്സോർബ് ആയതിനു ശേഷം വേണം നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനോ ഒക്കെ ഉപയോഗിക്കാനായിട്ട്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. 65 ml ആണ് നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്നത്. 500 രൂപ റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അടുത്തത് ഫേസസ് കാനഡയുടെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. കൊക്കോ ക്രഷ് 07 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമുക്ക് ഒരു ഡാർക്ക് സ്കിൻ അതേപോലെ മീഡിയം സ്കിൻ ടോണുകാർക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അവരുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ കളർ പോകത്തില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ട്രൈ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് 200 രൂപ റേഞ്ചാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചും അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ബ്രാൻഡും ആണ് കേട്ടോ. അടുത്തത് ഫേസസ് കാനഡയുടെ ഒരു കാജലാണ്. ഐ കെയറിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ണെഴുതുക എന്നുള്ളത്. ഞാൻ നോർമലി യൂസ് ചെയ്തിട്ടുള്ള എല്ലാം ഡാർക്ക് ഷെയ്ഡ്, അതായത് ബ്ലാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് ബ്രൗൺ നല്ലതാണെന്നാണ് പറയപ്പെടുക. അപ്പോൾ നമ്മൾ ബ്രൗൺ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷെയ്ഡ് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് ഒരു 100 രൂപ റേഞ്ചാണ്. ഇത് ലോറിയൽ പാരീസിൻ്റെ ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഇതിൻ്റെ അകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു സിറം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഈ ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടാത്തവർക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്, സ്കിൻ ഒന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആക്കണം, ഫേസ് ഒന്ന് നന്നായിട്ട് ഗ്ലോ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ ഒരു
ഷീറ്റ് മാസ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് ഫേസിലൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ തന്നെ മാറ്റി കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോൾ സ്റ്റോറിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നോക്കാനും പർച്ചേസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക്